ചോദിക്കട്ടെ, ഇപ്പോൾ താങ്കൾ പുക വലിക്കാറില്ല, അതുപോലെ മദ്യം കഴിച്ചാലേ ഉറങ്ങൂ എന്നുള്ളൊരു നില താങ്കൾക്കില്ല. ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു സൽസര ക്വാർട്ടർ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ മതിയായിരുന്നു, പാക്കറ്റ് ഇട്ടുണ്ട്. ഇങ്ങനെയുള്ള ദുശീലങ്ങളൊക്കെ കുറച്ച് താങ്കൾക്കുണ്ട് എന്ന് പറഞ്ഞാൽ ശരിയാവോ? തീർച്ചയായിട്ടും ഇതൊരു ദുശീലമാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഞാനത് ചോദിക്കരുതായിരുന്നു. ഞാനിതില്ലെന്ന് പറയുന്നത് കൊണ്ട് ഞാനൊരു പ്രത്യേക അവസ്ഥയിലേക്ക് മാറുന്നൊന്നുമില്ല. ഈ സർപ്പത്തിൽ തന്നെയല്ലേ വിഷമുള്ളതും വിഷമില്ലാത്തതൊക്കെ? സഹജമായ നാണം ഉള്ള ഒരാളാണോ മോഹൻലാൽ ഇപ്പോഴും? എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. എങ്കിൽ ഞാൻ കേട്ട ഏറ്റവും നല്ല ഒരു ഗോസിപ്പിനെ കുറിച്ച് പറയട്ടെ. അത് മോഹൻലാലിനോടൊപ്പം കഴിഞ്ഞ സ്ത്രീകളുടെ എണ്ണം 3000 പിന്നിട്ടു എന്നായിരുന്നു. അതെ, എനിക്കത് ഓർമ്മയില്ല. അത് മോഹൻലാലിനോടൊപ്പം കഴിഞ്ഞ സ്ത്രീകളുടെ എണ്ണം 3000 പിന്നിട്ടു എന്നായിരുന്നു. എന്നോട് നിങ്ങൾ അങ്ങനെ പറയരുത്. എനിക്കൊരു വീക്കെൻഡ്സ് ഉണ്ടെന്ന് എനിക്കറിയാലോ. ഡിൻഡോൾഫിക്ക സുഡാൽഫിക്കി എണ്ണം 3000 പിന്നിട്ടു എന്നായിരുന്നു. അതെ, അത് എനിക്ക് പക്ഷേ അത് ശരിയല്ല, അതിൽ കൂടുതൽ ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവനിങ്ങനെ ഉദിച്ചു വരുന്ന പ്രായത്തിലല്ലേ ഞാൻ മദ്രാസിലെത്തുന്നത്. എന്ത് പട്ടിണി കിടന്നാലും നിനക്ക് ഇപ്പോഴും പഴയ സ്വഭാവം. ഒരു പരിഷ്കരണം അത് സിനിമാ രംഗത്ത് ആവശ്യമാണ് എന്നാണ് ഈ റിപ്പോർട്ട് കാണിക്കുന്നത്. ഒരു 3-4 പേര് ചേർന്ന് കൂടിയ ഒരു സംഘടനയാണ് ഈ അമ്മ സംഘടനയായിട്ട് പിന്നീട് പന്തലിച്ചത്. സത്യം ഇതിനകത്ത് ഇനിയിപ്പോ ഇലക്ഷനൊക്കെ ഇപ്പൊ വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ടല്ലോ. ഇവരൊക്കെ തന്നെ ഈ അമ്മ മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. ഇവിടെ എന്തെല്ലാം കുഴപ്പങ്ങളാണ് നടക്കുന്നത്. അമ്മ ഒരു മാഫിയ പോലെയാണ്, തീവ്രവാദപരമാണ്. ഇടുകയല്ല ഞാൻ വരും ഞാൻ. ചന്ദ്ര ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ.